ഷിംജിതയുടെയും അതോടെ തന്നെ ദീപകിൻ്റെയും ഇഷ്യൂവിനെ കുറിച്ച് നമ്മളുണ്ടായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കേസായിരുന്നു ഇതേ കണക്ക് സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെത്. ഇതേ കണക്ക് ഒരു പാവത്തിനെ ഇടിച്ച് കൊല്ലുകയായി. ഇതിനെ തുടർന്ന് ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ അത് ഭയങ്കര ചർച്ചയൊക്കെ ആയിരുന്നു. പക്ഷേ ടി വിയിലോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ന്യൂസ് ചാനലിലോ അത്ര വലിയ ചർച്ചയൊന്നും അല്ലായിരുന്നു. അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഉപ്പുമുളയിൽ നിന്ന് വെളിയിലാക്കിയിട്ടുണ്ട്, അങ്ങനത്തെ ഉള്ളൊരു സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ആ പാവത്തിനെ ഇടിച്ചു കൊന്നതിന് ഉണ്ടെങ്കിൽ അവന് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴും അവനുണ്ടെങ്കിൽ വെളിയിൽ തന്നെയാണ് കറങ്ങി നടക്കുന്നത്, അതല്ലാതെ ഏതെങ്കിലും ഒരു കേസിനകത്തായതോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇതിന് മുമ്പ് ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഇതേ കണക്കൊരു പീഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അവന് ഇതിനു മുമ്പ് തന്നെ വേറൊരു വിഷയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ഹോട്ടലിൽ വെച്ച്. അവിടെ വെച്ച് ഇതേ കണക്ക് കണ്ടതിൻ്റെ കാര്യത്തെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ഇത് ആവർത്തിക്കത്തില്ല, ചേച്ചി എന്നെ വെറുതെ വിടണം, ഇതേ കണക്കുള്ള കാര്യങ്ങളൊന്നും വെളി പറയരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടായി ഈ ഇഷ്യൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് പേരുണ്ടെങ്കിൽ അവനെ എതിർത്തുകൊണ്ട് ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു. അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കടത്തണം, അല്ലെങ്കിൽ അവന് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സംസാരമായിരുന്നു. പക്ഷേ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ അതിൻ്റെ വീര്യം കുറയും, പിന്നെ അവനെപ്പറ്റി ആരും സംസാരിക്കാതാവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു കേസിൻ്റെ പിറകെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അവൻ്റെ കാര്യത്തെ ആരും അന്വേഷിക്കുകയോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നൊന്നുമില്ല. സോ നമ്മൾ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി മറന്നിരിക്കുകയാണ്. ഇവനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വെളിയിൽ നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ കുടുംബം ഉണ്ടെങ്കിൽ അവൻ കാരണം ഇടിച്ച് മരണപ്പെട്ട അയാളുടെ കുടുംബം ഉണ്ടെങ്കിൽ എന്ത് അവസ്ഥയിലാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അയാൾ കാരണമാണ് ആ കുടുംബം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടേയിരുന്നത്. ലോട്ടറിയൊക്കെ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കരിഞ്ഞു പൊയ്ക്കൊണ്ടേയിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടെങ്കിൽ അയാളും ജീവനോടില്ല. എന്തുവാണ് ആ കുടുംബത്തിൻ്റെ ഭാവി, അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവനുണ്ടെങ്കിൽ ഇപ്പോഴും വെളിയിൽ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള വേറെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നുമില്ല. അതോടെ തന്നെ ഇപ്പോൾ ഇപ്പോഴും വെളിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ സാധാ രീതി വേറെ ആരെങ്കിലുമാണ് ഈ സ്ഥാനത്ത് സാധാരണ ആൾക്കാരെ ഇതിനൊക്കെ കൊണ്ടുപോയി ഇടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുകയോ അങ്ങനെ ചെയ്തിരുന്നത് ഈ സമയം കൊണ്ട് തന്നെ അവ അകത്താവുന്നതായിരിക്കും. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇവ ഇപ്പോഴും ഉണ്ടെങ്കിൽ വെളിയിൽ തന്നെ സുഖമായിട്ട് തന്നെയാണ് നടക്കുന്നത്, ഒരു കുഴപ്പവും ഇല്ല. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചില ഭയങ്കര പബ്ലിസിറ്റി ആവുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് നാളത്തേക്ക് സംസാരിക്കും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെപ്പറ്റി വലിയ സംസാരമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണാറില്ല. അങ്ങനെയാണ് കുറേ വിഷയങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇതാണ് ഇവനെതിരെ ഇപ്പം ഭയങ്കരമായിട്ടൊക്കെ എന്തൊക്കെ സംസാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവനെതിരെ ഒരു പ്രശ്നവും ഇല്ല. ഇവ ഇപ്പോഴും വെളിയിൽ നടക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും സീരിയൽ വന്ന് അഭിനയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. കാരണം ഇവനെ പറ്റിയുള്ള വലിയ ഇഷ്യൂ ഒന്നും ഇപ്പോൾ ഭയങ്കരമായിട്ടൊന്നും ഇല്ല. ഇതേപോലത്തുള്ള വേറെ വേറെ വലിയ വലിയ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ പോകുന്നതായിരിക്കും. അവനെ മറന്ന് വേറെ ആൾക്കാർ വേറെ പണി നോക്കി പോകുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് അവനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഒരു വട്ടം ഇത് കണക്ക് അറിയാതെ ഇടിച്ചെന്നും പറഞ്ഞ് അവൻ്റെ ജീവിതം തൊലയ്ക്കണോ അല്ലെങ്കിൽ അവന് ഇനി ഭാവിയുള്ളതല്ലയോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് വരുന്ന പാതി പേരുണ്ടെങ്കിൽ അവൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അല്ലെങ്കിൽ അവൻ്റെ ആക്ടിങ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ സിദ്ധു അങ്ങനെ ഭയങ്കര വലിയ ക്രിമിനലൊന്നും അല്ലെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള സംസാരമാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്, അവരെ പേഴ്സണലായിട്ട് അറിയാമെന്നുള്ള രീതിയിൽ. അതേ സമയത്ത് ഏതോ ഒരുത്തൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ കണക്ക് അവന് ലവ് ഫെയിലിയർ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇതേ കണക്ക് വന്നപ്പോഴാണ് ഈ സംഭവം നടന്നതെന്നുള്ള രീതിയിൽ. ലവ് ഫെയിലിയറോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇപ്പോൾ ഇവന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതേ കണക്ക് അവരുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഇതേ കണക്കുള്ള ഇഷ്യൂക്കളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലുണ്ടെങ്കിൽ ആ സമയത്ത് സപ്പോർട്ടൊന്നും കാണത്തില്ല. അതല്ലാത്ത സമയത്തുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് ഇതേ കണക്കുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊന്നും പ്രശ്നമില്ല. താൻ സ്നേഹിക്കുന്ന ആളാണ്, വലിയ ആളല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഒരു വട്ടം ക്ഷമിച്ചു വിടാന്നുള്ള രീതിയിലാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ പൊടി പോലും നമുക്കുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ഈ ഇഷ്യൂവിനെ പറ്റിയുണ്ടെങ്കിൽ ആൾക്കാർ മറന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ആരും ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. കുടുംബത്തിന് എന്ത് പറ്റി, അയാളുടെ കുടുംബത്തിന് എന്ത് പറ്റി, ആ മക്കൾ എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള ഒരു ചിന്ത ആൾക്കാർക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഇല്ല. അവൻ്റെ കാര്യം പോലും ആരും ഇപ്പോൾ അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ പോലും ആൾക്കാരുണ്ടെങ്കിൽ അവനെ ഇത് കണക്ക് ഉപ്പുമുളകിൽ തിരിച്ച് കൊണ്ടുവരണം, സിദ്ധുവിനെ പറഞ്ഞു വിടരുത്, അത് മാത്രമേ സംസാരിക്കുന്നതല്ലാതെ അയാളുടെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ കുടുംബത്തിന് എന്ത് പറ്റി അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവനുണ്ടെങ്കിൽ ആ കുടുംബത്തിന് എന്തെങ്കിലും ധനസഹായം ചെയ്തോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയാൻ കിട്ടുന്നില്ല. ഇതേ സ്ഥാനത്ത് വേറെ സാധാരണ ഏതെങ്കിലും ആളാ ഇത് കണക്ക് മരണപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണക്കുള്ള എന്തെങ്കിലും കാരണമായിരുന്നെങ്കിൽ ഉടനെ തന്നെ ഉണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഭയങ്കര വലിയ കേസും കാര്യങ്ങളും ആയിരുന്നേനെ.
ജയിലിലും ആയിരുന്നു. അതേ സ്ഥാനത്ത് ഇങ്ങനത്തുള്ള സെലിബ്രിറ്റി ആൾക്കാരാണെങ്കിൽ ഇതിനകത്തുള്ള എന്ത് ഇഷ്യൂ വന്നാലും ശരി കുറച്ച് നാൾ ഭയങ്കരമായിട്ട് സംസാരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇരയെ കിട്ടിയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറേ നാൾ സംസാരിക്കുന്നതായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി ഒരു പൊടി പോലും നമ്മൾ കാണത്തില്ല. അത് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഇഷ്യൂ വരും, വേറെ ആൾക്കാരെ തേടി കൊണ്ടുപോയി പുതിയ പുതിയ കേസുകൾ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടേയിരിക്കും. അതല്ലാതെ ഇങ്ങനത്തെ ഉള്ളതുണ്ടെങ്കിൽ കുറച്ച് നാൾ മാത്രമേ നിൽക്കത്തുള്ളൂ. ആ സമയത്ത് കുറേ ആൾക്കാർ ഇതേ കണക്ക് വന്നിട്ട് ഇവൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അവനെ അകത്താക്കണം എന്നുള്ള രീതിയിൽ പറയുന്നതല്ല. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേറെ ഇഷ്യൂ ആയിട്ട് പോവും. ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദീപകിൻ്റെ ഇഷ്യൂ തന്നെ ഉണ്ട്. ഈ ദീപകിന് ഇത് കണക്ക് സംഭവിച്ചപ്പോൾ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്യുന്നവരെത്തിച്ചു. പക്ഷേ എവൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ ഒരാൾ ഇടിച്ചു കൊന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഇതുവരെ കിട്ടില്ല. അവനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളൊരു വിവരമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഈസി ആയിട്ട് വെളിയിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഒരുപാട് പേര് ആദ്യ സമയങ്ങളിൽ ഇത് സംസാരിക്കുന്നതല്ലാതെ അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരമോ വലിയ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. സാധാരണ രീതിയിൽ സംസാരിച്ച് അല്ലാതെ വേറെ ഒരു സംസാരം ഇതിനകത്തുള്ള പറച്ചിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഫൈറ്റായിട്ട് നടക്കുന്നതല്ലാതെ യഥാർത്ഥത്തിൽ അവൻ എന്തെങ്കിലും ശിക്ഷ കിട്ടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അവൻ ഇപ്പോഴും ഫ്രീ ആയിട്ട് തന്നെയാണ് നടക്കുന്നത്. ചിലപ്പോൾ ഇതേ ഉപ്പുമുളകിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി അവൻ തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തായിരുന്നാലും ശരി, ഇതിനകത്തുള്ള ഒരുപാട് സംഭവങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിൽ ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിധി വരുന്നത്. അതല്ലാതെ ബാക്കിയുള്ള കേസുകൾ ഇതേപോലെ തന്നെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്.